എന്തായാലും ഇമ്രാൻഖാന്റെ നെഞ്ചത്ത് തന്നെ ഇന്ത്യ ആഞ്ഞടിച്ചിരിക്കുന്നു. തിരിച്ചടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചപ്പോഴും ഇമ്രാൻഖാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇന്ന് വെളുപ്പിന് 3:30 12 മിറാഷ് വ്യോമ വിമാനങ്ങളിൽ 1000 കിലോ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പാക് അതിർത്തിയിൽ ഇന്ത്യ അതിഭീകരമായ തന്നെ ആക്രമിച്ചിരിക്കുന്നു. 300 ഭീകരരെ വധിച്ചതായും സ്ഥിരീകരണം വന്നിരിക്കുന്നു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഭീകര പരിശീലന കേന്ദ്രത്തിലേക്കാണ് വ്യോമസേന ആക്രമണം നടത്തിയത്. അത് ഏറെ വിജയകരമായി തന്നെ ഫലിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 14 ഇന്ത്യയിലെ 44 വീര സൈനികരുടെ ചോരയ്ക്ക് ഇന്ത്യ മറുപടി പറഞ്ഞിരിക്കുന്നു. അത് ഓരോ ഇന്ത്യക്കാരന്റെയും ആവശ്യമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല പ്രസംഗങ്ങളിലും ആവർത്തിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ ജവാന്മാരുടെ മരണത്തിന് തിരിച്ചടി നൽകുമെന്ന്. അത് കഴിഞ്ഞ മണിക്കൂറിൽ നടപ്പാക്കിയിരിക്കുന്നു. എന്തായാലും ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ തൊയ്ബയുടെയും ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ച് അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇമ്രാൻഖാൻ ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇമ്രാൻഖാൻ തന്നെ മോദിയോട് സമാധാനം തരുമെന്ന് കെഞ്ചി അപേക്ഷിച്ചിരുന്നു. അതിന് മൗനം മാത്രമായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി. അപ്പോഴും ഞങ്ങളുടെ ജവാന്മാരുടെ മരണത്തിന് ഞങ്ങൾ ഉത്തരം പറഞ്ഞിരിക്കും എന്ന് സൈന്യത്തോടൊപ്പം ചേർന്ന് നിന്ന് തന്നെ പ്രധാനമന്ത്രി ആവർത്തിച്ചു കൊണ്ടിരുന്നു. പത്താൻകോട്ട് ഭീകരാക്രമവും ഉറി ആക്രമണവും കാർഗിൽ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളെല്ലാം ഇന്ത്യ സഹിച്ചു. പക്ഷേ ഈ 2500 CRPF സൈനികരെയും കൊണ്ടുപോയ വാഹനത്തിന് നേരെ ആദിൽ അസ്കറിന്റെ അതിഭീകരമായ കടന്നുകയറ്റം ഇന്ത്യക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതിന് തന്നെയാണ് ഇന്ത്യ ഈ മണിക്കൂറിൽ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ഇമ്രാൻഖാൻ എന്ന പാക് പ്രധാനമന്ത്രിക്ക് ക്രിക്കറ്റിനപ്പുറം ഒരു ഭരണ പരിചയം ഇല്ല എന്നുള്ളത് പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കാര്യമായിരുന്നു. അതിന് കൃത്യമായ ഉത്തരമാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തെളിയിച്ചിരിക്കുന്നു. കാരണം ശാന്തമായി ഇരുന്നു കൊണ്ട് എങ്ങനെ തിരിച്ചടിക്കാം എന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ മണിക്കൂറിൽ തെളിയിച്ചിരിക്കുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുന്നു. അത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയും. 44 വീര സൈനികരുടെ മരണത്തിന് ഇന്ത്യ പകരം ചോദിച്ചിരിക്കുന്നു. മുന്നോട്ടുള്ള ആശങ്കകൾ നിരവധിയാണ്. കാരണം പാകിസ്ഥാൻ തിരിച്ചടിക്കുമോ, ഇനി എന്തൊക്കെയാകും പാകിസ്ഥാനിൽ ഇന്ത്യയെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ, ഇതൊക്കെ വരുന്ന മണിക്കൂറിലെ വലിയ ചർച്ചാ വിഷയങ്ങൾ തന്നെയാണ്. പാക് അതിർത്തിയിൽ ഇന്ത്യൻ വ്യോമ വിമാനങ്ങൾ പാക് അതിർത്തി കടന്നിരിക്കുന്നു. അത് വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ്. അങ്ങനെ മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി കടക്കുന്നതിന് ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇനി ആശങ്കകൾ നിലനിൽക്കുന്നു. പാകിസ്ഥാൻ ഇതിനെ എങ്ങനെ തിരിച്ചടിക്കും, എന്തൊക്കെയാവും ഇനി വരുന്ന മണിക്കൂറിൽ ഇന്ത്യ തന്നെ ഇനി ഏത് തരത്തിലൊക്കെ തിരിച്ചടിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ളത് വരുന്ന മണിക്കൂറിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. എന്നിരുന്നാൽ പോലും ഫെബ്രുവരി 14 ഇന്ത്യ തലകുനിച്ച 44 പേരുടെ ചോരയ്ക്ക് ഈ മണിക്കൂറിൽ മറുപടി പറഞ്ഞിരിക്കുന്നു. ബാലക്കോട്ട്, ചകോട്ടി, മുസറാബാദ് എന്നിവിടങ്ങളിലെ തീവ്രവാദ ക്യാമ്പുകളാണ് ആക്രമിച്ച് വൻ നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. 300ഓളം പേർ മരണമടഞ്ഞു എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. അത് തന്നെയാണ് ഏറ്റവും പ്രധാന വാർത്തയും. കാരണം 44 ധീര ജവാന്മാരുടെ മരണത്തിന് ഉത്തരവാദിയായ ഭീകര സംഘടനയെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു. അതിന് മുന്നോടിയായിട്ടാണ് ഇന്നത്തെ ആക്രമണം ഇന്ത്യയുടെ തിരിച്ചടി ലക്ഷ്യം വെക്കുന്നത്. സമാധാനം തരുമെന്നുള്ള ഇമ്രാൻഖാന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനവും 38 ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയോടൊപ്പം ചേർന്ന് ഭീകരരുടെ ഞങ്ങൾ തുടച്ചു നീക്കും, അതിന് ഇന്ത്യയോടൊപ്പം നിൽക്കും എന്ന് ഇന്ത്യക്ക് വാഗ്ദാനം നൽകിയതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടുന്ന സൈനിക സംഘം മുന്നോട്ട് നീങ്ങിയതും അതിന് വലിയൊരു വിജയം കൈവരിച്ചിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 3:30 പാക് ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് കടന്ന് 300 ഭീകരരെ വധിച്ചു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ഇനി എന്തൊക്കെ നാശനഷ്ടങ്ങൾ പാകിസ്ഥാന് ഏറ്റിട്ടുണ്ട്, എന്തൊക്കെ നാശങ്ങളാണ് പാകിസ്ഥാനിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയത്, ഈ കണക്കുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. അതെല്ലാം വരുന്ന മണിക്കൂറിൽ വരുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. തിരിച്ചടിച്ചതിനു ശേഷം ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രതയിലാണ്. ഏത് സാഹചര്യത്തിലും ഏത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും, കാരണം പാകിസ്ഥാൻ ഭീകരതയെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും പ്രത്യേകിച്ച് ഇമ്രാൻഖാൻ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഇന്ത്യ അണുബോംബ് വർഷിക്കുന്നത് നിർത്തും, പാകിസ്ഥാനുമേൽ സൗഹൃദമായി മുന്നോട്ട് പോകും, സാമ്പത്തിക മേഖലയിൽ പാകിസ്ഥാനുമായി സഹകരിച്ചു പോകും,
പകരം ഭീകരതയെ നിങ്ങൾ വളർത്തരുത്. ഇത് മാത്രമായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. അത് അംഗീകരിച്ച് പാകിസ്ഥാനെ സൗഹൃദ രാഷ്ട്രമായിട്ടാണ് ഇന്ത്യ കണ്ട് മുന്നോട്ട് പോയത്. എന്നാൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഒരു കനത്ത തിരിച്ചടി പാകിസ്ഥാൻ ഇന്ത്യക്ക് നൽകിയത്. അപ്പൊ ഇതിനു മുമ്പ് നടന്ന ആക്രമണങ്ങളിലെല്ലാം ഇന്ത്യ സഹിച്ചു. പോട്ടെ, ശരിയാകും, പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കില്ല എന്നെല്ലാമുള്ള കണക്കുകൂട്ടലുകൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ആ കണക്കുകൂട്ടലുകളെ എല്ലാം മറിച്ചുകൊണ്ടാണ് ഫെബ്രുവരി 14 2500 CRPF സൈനികരുമായി പോയ വാഹനത്തിന് നേരെ പാക് ഭീകരൻ ആദിൽ അസ്കർ ബോംബ് വർഷിച്ചതും അപകടം സംഭവിച്ച് 44 ധീര ജവാന്മാരുടെ വീരമൃത്യുവിന് കാരണമായതും ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ പ്രധാനമന്ത്രി ആവർത്തിച്ചിരുന്നു, ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കും, ഇത് പാകിസ്ഥാന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പാകിസ്ഥാൻ എന്ന സൗഹൃദ രാഷ്ട്രത്തെ ആ പദവി ഇന്ത്യ പിൻവലിച്ചിരുന്നു. ലോക രാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയോടൊപ്പം ചേർന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വരെ അതിനെ അപലപിച്ചു രംഗത്ത് വന്നിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫ്രാൻസ് രംഗത്ത് വന്നിരുന്നു, ഇറാൻ രംഗത്ത് വന്നിരുന്നു. അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പം നിന്നു. ഇന്ത്യയോടൊപ്പം നിന്ന് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ ഒപ്പം ഉണ്ടാകും, നിങ്ങൾ മുന്നോട്ട് വെക്കോളൂ എന്ന് പറഞ്ഞത്. അങ്ങനെ സാഹചര്യം നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാൻ മോദിയോട് കെഞ്ചി സമാധാനം തരൂ എന്ന് പറഞ്ഞതും. ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇന്ന് പുലർച്ചെ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നത്. എന്തായാലും കര, വ്യോമ, നാവിക സേനകൾക്ക് ഒരു വലിയ സല്യൂട്ട് തന്നെയാണ് ഈ സമയത്ത് ഞങ്ങൾ നൽകുന്നത്. കാരണം 44 ധീര ജവാന്മാരുടെ മരണത്തിന് ഇന്ത്യ ഉത്തരം നൽകിയിരിക്കുന്നു. പാകിസ്ഥാന് ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുന്നു. അത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്ത.